ഇതേപോലെ നല്ല ഫ്ലേക്കി ആയിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കിയാലോ? ഇതിന്റെ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യണം എനിക്ക് വേണ്ടിട്ട്. എനിക്കറിയില്ല, ഞാനിത് ഉണ്ടാക്കി നോക്കി. ഇത് അടിപൊളിയാണ്, നല്ല ഫ്ലേക്കാണ്, ഇങ്ങനെ പിരിന്ന് പൊട്ടിപ്പോ. അപ്പൊ ഇതിന്റെ പേര് നിങ്ങൾ സജസ്റ്റ് ചെയ്യുക കമന്റ് ബോക്സിൽ. സമയം കളയണ്ട, ഉടനെ വീഡിയോയിലേക്ക് പോവാം. ജോസ് മോസസ് കിച്ചൺ. നമുക്ക് ഈ റെസിപ്പി കൊണ്ട് ഒരു 45 എണ്ണം ഇതേപോലെ കുഞ്ഞത് കേട്ടോ ഉണ്ടാക്കാൻ പറ്റും. അതിന് വേണ്ടത് ഒരു ബോളിലേക്ക് മൈദ 1 കപ്പ്, ആ കപ്പ് അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ റവ നമ്മുടെ സെമോളിന, മുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് 1/2 ടീസ്പൂൺ, കുരുമുളക് കുറച്ചങ്ങോട്ട് പൊടിച്ചിട്ടേക്ക്, പിന്നെ നമ്മുടെ കുത്തിയ ഇടിച്ച മുളക് അതുമുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ നന്നായി ചൂടാക്കാം. അല്ല സ്മോക്കിംഗ് പോയിന്റിലിട്ടിട്ട് അതിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തേക്കാം. സോ അത് ക്രിസ്പ് ആവാനാണ് കേട്ടോ. അത് കഴിഞ്ഞൊരു 1/2 കപ്പ് വെള്ളം കുറച്ചേശ്ശെ ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അത് കഴിയുമ്പോൾ ഇതേപോലെ ഡോയായി കിട്ടും. ഒരു 5 മിനിറ്റ് നേരം അതിനെ അങ്ങോട്ട് നന്നായിട്ടാണ് കുഴച്ചൊരു 30 മിനിറ്റ് അങ്ങോട്ട് റെസ്റ്റ് ചെയ്യുക അടച്ചു വെച്ച്. 30 മിനിറ്റ് കഴിഞ്ഞാൽ സാധനം പുറത്തേക്ക് എടുക്കാം, കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. അത് കഴിഞ്ഞാൽ റോളിംഗ് പിൻ വെച്ച് അങ്ങോട്ട് നിങ്ങൾക്ക് എത്രത്തോളം തിന്നാക്കാൻ പറ്റണം അത്രത്തോളം തിന്നരുത് കണ്ട അങ്ങോട്ട് പരത്താം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മൈദപ്പൊടി അങ്ങോട്ട് വീശി കൊടുക്കാം, മൊത്തമായിട്ട് അങ്ങോട്ട് റബ്ബ് ചെയ്യാം. പിന്നെ എണ്ണ കുറച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അതിന് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മൊത്തമായിട്ട്. വീണ്ടും മൈദപ്പൊടി അങ്ങോട്ട് വീശി കൊടുക്കാം. ഇത് കഴിഞ്ഞാൽ ഇതിങ്ങനെ അങ്ങോട്ട് നല്ല ടൈറ്റായിട്ട് അങ്ങോട്ട് റോൾ ചെയ്യാം. അത് കഴിഞ്ഞത് 1/2 ഇഞ്ച് തിക്കിൽ അങ്ങോട്ട് കട്ട് ചെയ്യാം. അത് ഇതേപോലെ അടിപൊളി സാധനം കിട്ടും. അതൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ആ റോളിംഗ് പിൻ വെച്ചത് ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇതേപോലെ സാധനങ്ങൾ കിട്ടും. അതങ്ങോട്ട് നല്ല ഓയിലിലേക്ക് അങ്ങോട്ട് ഫ്രൈ ചെയ്ത് കൊണ്ട് എടുക്കാം. ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അത് നേരൊന്നും എടുക്കില്ല കേട്ടോ, ഇത് ഫ്രൈ ആവാനായിട്ട് നല്ല ക്രിസ്പായിട്ട് നല്ല ഗോൾഡൻ കളറിലും സാധനം അങ്ങോട്ട് വറുത്തങ്ങോട്ട് കോര ഒരു പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ടേക്കാം. പിന്നെ ഇതിൻ്റെ പേര് എനിക്കൊന്ന് സജസ്റ്റ് ചെയ്ത് തരണേ, കാരണം ഇതെൻ്റെ റെസിപ്പി ആയതുകൊണ്ടേ. സ്നാക്ക് റെഡി ആണിത്. പൊട്ടി താഴ്ത്തിക്ക് പുറമൊന്ന് ചെയ്ത് പൊഴിക്കും. ഓക്കെ, നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റ് ഉണ്ട്. ചായ കൂടെയൊക്കെ ചുമ്മാ കുടിക്കാനായി നല്ലതാ. ആസ്വദിച്ച് തിന്നുമ്പോ ഒന്ന് മറക്കല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. പോട്ടെ, ബൈ.